ഒരു ബ്യൂട്ടിഫുൾ സ്മോക്കിംഗ് ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വളരെ ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് സ്റ്റിച്ചസ് കാണിച്ചു തന്ന ക്ലോത്താണ് മുമ്പിൽ വെച്ചടിച്ചിട്ടുള്ളത്. അത് വെറുതെ കളയണ്ടല്ലോ, നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. 16.5 ഇഞ്ച് ലെങ്ത്തും 36 ഇഞ്ചസ് വിത്തുമുള്ള 2 പീസാണ് വേണ്ടത്. 36 ഇഞ്ചസ് വിത്തുള്ള 2 പീസാണ് വേണ്ടത്. അത് ഒരു ഇത് ഫ്രണ്ടും ബാക്കും. അതിൽ ഒന്ന് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റിച്ചസ് കാണിച്ചു തന്നിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്മോക്കിംഗ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് യോക്കാണ്. ഞാൻ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പേപ്പറിൽ കാണിച്ചു തരാം. 10 ഇഞ്ചസ് ലെങ്ത്തും 9 ഇഞ്ചസ് വിത്തുമുള്ള ക്ലോത്താണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 10 ഇഞ്ചസ് ലെങ്ത്തുള്ള ക്ലോത്ത്, 9 ഇഞ്ചസ് വിത്ത്. 9 ഇഞ്ചസ് വിത്ത് എന്ന് വിചാരിക്കുക. അത് എന്ത് വേണമെന്ന് വെച്ചാൽ ഡബിൾ ഫോൾഡ് ചെയ്യണം. അത് ക്ലോത്ത് എടുത്ത് അത് ഫോൾഡ് ചെയ്ത് വീണ്ടും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വെക്കണം. ഈ ഭാഗം വരുന്നത് ഷോൾഡർ, ഇത് നെക്കിൻ്റെ സൈഡ്, ഇത് ബോട്ടം. ഇത് ഇതേപോലെയാണ് ഉണ്ടാവുക. അത് ഞാൻ പേപ്പറിൽ വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫോൾഡ് ചെയ്തുകൊണ്ട് 9 ഇഞ്ചസാണ് വിത്ത് വേണ്ടത്. അത് ഫോൾഡ് ചെയ്തതുകൊണ്ട് 4.5 ഇഞ്ച്. ഇത് 10 ഇഞ്ചസാണ് ലെങ്ത്ത്. അത് ഇവിടെയും ഉണ്ടല്ലോ ഫോൾഡ്, ഇവിടെയും ഫോൾഡ് ഉണ്ട്. ഇവിടെയും ഫോൾഡാണ്, ഇവിടെയും ഫോൾഡാണ്. ഇത് ഡബിൾ ഫോൾഡ്. നെക്ക് ഡിസ്റ്റൻസ് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് നെക്ക് ഡിസ്റ്റൻസ് 2 ഇഞ്ചസ്. നെക്ക് ഡെപ്ത്ത് 2.5 ഇഞ്ച്. ഇത് 2 ഇഞ്ച്, ഇത് 2.5 ഇഞ്ച്. അപ്പോൾ അത് ഇതേപോലെ തന്നെ വരച്ച് വെക്കുക. ഷോൾഡർ 2.5 ഇഞ്ച്, 2.5 ഇഞ്ച്. ഇവിടുന്ന് താഴത്തേക്കും 2.5 ഇഞ്ച്. നെക്കിൻ്റെ അടിയിൽ നിന്ന് താഴെ വരെ എന്നുവെച്ചാൽ 5 ഇഞ്ചസ് ആണല്ലോ ഉള്ളത്. ഇവിടെ നെക്ക് ഡിസ്റ്റൻസ്, നെക്ക് ഡെപ്ത്ത് 2.5 ഇഞ്ചും താഴത്തേക്കും 2.5 ഇഞ്ച്. അതെല്ലാം കൂടി ടോട്ടൽ 5 ഇഞ്ചസ്. അതാണ് ഞാനിവിടെ ചെയ്തിട്ടത്. 2 പീസ് വേണം. അതായത് ശരിയായ ഒറിജിനൽ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കുക. ഇതാണ് എവിടെയാണ് ഡബിൾ ഫോൾഡ് പറയുന്നത്. ഇത് നിവർത്താൽ ഇതേപോലെ. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഷോൾഡറിൻ്റെ അടുത്തും ഫോൾഡ് വെച്ചിട്ടുള്ളത്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അതാണ് ആ ക്ലോത്ത് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് പിന്നെയും ഫോൾഡ് ചെയ്ത്, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ 2 ഇഞ്ചസ് നെക്ക് ഡിസ്റ്റൻസും വരച്ച് ഫോൾഡ് ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ 4 ഇഞ്ചസാണ്. ഇവിടെ 2.5 ഇഞ്ച് ഷോൾഡർ, നെക്ക് ഡെപ്ത്ത് കഴുത്തിൻ്റെ താഴ്ച 2.5 ഇഞ്ച്, അവിടുന്ന് ഇങ്ങോട്ടും 2.5 ഇഞ്ച്. ഇത് 9 ഇഞ്ചസാണ്. ഫോൾഡ് ചെയ്തതുകൊണ്ട് 4.5 ഇഞ്ച്. അങ്ങനെ 2 പീസസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 2 പീസസ് ലൈനിങ് പോലെ അടിച്ച് മറിച്ചിടേണ്ടതാണ്. അതങ്ങനെ. പിന്നെ വേണ്ടത് 9 ഇഞ്ചസ് വിത്ത് ഫോൾഡ് ചെയ്തതുകൊണ്ട് ഇത് സ്ലീവാണ്, പഫ് സ്ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് 6.5 ഇഞ്ച്, ലെങ്ത്ത് 6.5 ഇഞ്ച്, 6 ഇഞ്ച് ലെങ്ത്ത്. പഫ് സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച്. അത് 2 പീസ്. അപ്പോൾ അതും ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ പേപ്പറിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ ഫോൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ലെങ്ത്ത് 9 ഇഞ്ചസ്. അപ്പോൾ അത് നിവർത്തി വെച്ചാൽ 18 ഇഞ്ചസ് വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ സ്മോക്കിംഗ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഇത്രയധികം എടുക്കേണ്ടി വരുന്നത്. പഫ് സ്ലീവ് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ വെച്ചാൽ അത് ചുരുങ്ങി വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ സ്മോക്കിംഗ് ചെയ്തിട്ടുണ്ട്.
ഇതാ ഇത് ചുരുങ്ങിയാൽ ഇങ്ങനെ ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിനാണ് ഇത്രയധികം എടുത്തിട്ടുള്ളത്. അത് 3 ഇഞ്ചസാണ് സൈഡിൽ വേണ്ടത്. ഇത് ഫോൾഡ് ഇവിടെ 3 ഇഞ്ചസ്. 3 ഇഞ്ചസിൽ മടക്കി തുന്നാനും ഫ്രില്ലും എല്ലാം കൂടി 1 1/4 ഇഞ്ച്. നിങ്ങൾക്ക് കാണിച്ചു തരാം, ശരിക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇവിടെ ഇതിൻ്റെ ശേഷം ഇവിടെയാണ് സ്മോക്കിംഗ് ചെയ്യാൻ. ഒരു 4 വരി സ്മോക്കിംഗ് ചെയ്യണം. 4 വരി ഞാൻ കാണിച്ചു തന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം സ്മോക്കിംഗ് ചെയ്യാൻ ഡോട്ട്സ് ഇടേണ്ടത്. അതേപോലെ ഇങ്ങനത്തോളം നിവർത്തി വെച്ചിട്ട് ഡോട്ട്സ് ഇടണം. ഡോട്ട്സ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത ആ 3rd സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രോക്കിൽ ആ എടുത്ത യോക്കിനെടുത്ത ഏതെങ്കിലും ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക്, ഇപ്പോൾ യോക്കിനെടുത്തത് ഞാനിപ്പോൾ എടുത്തത് ഈ സ്റ്റിച്ചാണ്, സ്ലീവിനെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും സ്റ്റിച്ചസ് എടുക്കാം. അതിന് ഒരു മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഞാൻ ഇപ്പോൾ ഇതെടുത്തുകൊണ്ട് ഇത് സ്ലീവിന് ഇത് മാച്ച് ചെയ്യും. അതേപോലെ ഏത് ഇതായാലും മതി, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അതേപോലെ ചെയ്യാം. അപ്പോൾ പഫ് സ്ലീവ് ആക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടുന്ന് ഫോൾഡ് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു 2 ഇഞ്ചസ് വരെ ഒരേപോലെ വരണം. ഇതേപോലെ വരണം 2 ഇഞ്ചസ്. എന്നുവെച്ചാൽ ഇവിടെയെല്ലാം ഫ്രില്ല് വരുമല്ലോ, ഷോൾഡറിൻ്റെ അടുത്ത് ഫ്രില്ലിടണ്ട. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ ചെരിഞ്ഞ് വരേണ്ടത്. ചെരിഞ്ഞിട്ട് ഇവിടെ 3 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, ലാസ്റ്റ് സൈഡാണിത്. സൈഡ് 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇഞ്ചസ് എന്ന് ഇതേപോലെ, അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, നിങ്ങളിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മേലത്തേക്ക് ഇത്ര വരെ ഇങ്ങനെ പോവുക. ഇങ്ങനെയാകുമ്പോൾ ഇത് സ്മോക്ക് ചെയ്താൽ ഇത് മുഴുവൻ ചുരുങ്ങി ചെറിയ കുട്ടിക്ക് കൈക്ക് കണക്കായിട്ട് തന്നെ എത്തും. പിന്നെ സ്മോക്കിംഗ് ചെയ്യുന്നത് കൊണ്ടെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് പോലെ കൈക്ക് അമർന്ന് മാർക്കൊന്നും വരില്ല. ഞാനൊരു 1 ഇയർ കുട്ടീൻ്റെ 1 ഇയറിൻ്റെ ആണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് വരില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇലാസ്റ്റിക് പോലെ നിൽക്കുകയും ചെയ്യും. ഇത് വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫ്രില്ലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ അറ്റൽ 6 ആഗ് അടിക്കുക, ഈ സൈഡ് 6 ആഗ് അടിക്കുക. ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചുരുട്ടിയിട്ട് 6 ആഗ് കൈ കൊണ്ട് എംബ്രോയിഡറി ചെയ്താൽ മതി. ഞാൻ ഇതിൽ മുമ്പേ ഒരു പഫ് സ്ലീവിൻ്റെ മാത്രം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇത്രയും മാത്രമേ ഇതിനെ കട്ട് ചെയ്യാനും ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത്ര മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. ഫസ്റ്റ് 2 ക്ലോത്തും വെച്ച് യോക്കിൻ്റെ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്യാം. 2 ക്ലോത്തും മേലെ തെറ്റാതെ വെച്ചിട്ട് നെക്കിന് ചുറ്റും 1 ഫുട്ട് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. കോർണറെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മറിച്ചിടാൻ എളുപ്പമാണ്. 4 ഭാഗവും ഇതേപോലെ എന്നിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് 1 ഫുട്ട് വിട്ടിട്ട് പ്രസ് ചെയ്തടിക്കുക. പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി
സ്മോക്കിംഗ് ചെയ്യാത്ത ബാക്ക് സൈഡില്ലേ അത് സ്റ്റിച്ച് ചെയ്യാം. ചുരുക്കിടാൻ വേണ്ടിയിട്ട് ലോങ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യാം. റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ഇത് നൂല് വലിച്ച് പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. യോക്കിന് കണക്കായിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് ഇതേപോലെ തന്നെ ലോങ് സ്റ്റിച്ചിൽ അടിച്ചിട്ട് പ്ലീറ്റ്സ് ആക്കിയിട്ട് വെക്കണം. പ്ലീറ്റ്സ് എല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പീസും കണക്കായിട്ട് ഈ ഫ്രണ്ട് പീസിന് കണക്കായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് ചുരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ യോക്കിനോട് സ്റ്റിച്ച് ചെയ്യണം. യോക്കിനോട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു ഭാഗം ബാക്കിനോടും ഫ്രണ്ടിൽ ഇതും സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. ആ സ്ലീവിൻ്റെ ഇത് മുഴുവൻ ചുരുക്കി ഇത് നിങ്ങൾ ആദ്യം നോക്കണം ഇത് ഇത്രയും വരെ എത്തുന്നുണ്ടോയെന്ന്. അതിന് കണക്കായിട്ട് ചുരുക്ക്, ഫുള്ള് ചുരുക്ക് വേണ്ട, നടുക്കൊരു 4 ഇഞ്ച് 4 ഇഞ്ചസിൽ മാത്രം ചുരുക്കിട്ടാൽ മതി. ബാക്കിയെല്ലാം ഒരു ചെറുങ്ങനെ ഒരു പേരിന് മതി. ഇതാ ഒരു ചെറിയ ചുളിവ് ഇതേ വേണ്ടത്. ഇനി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഷോൾഡറിൻ്റെ അടുത്ത്. അവിടെ ഇത് എത്തിക്കണം. സ്ലീവ് ചേർത്ത് അതിൻ്റെ സൈഡ് ഞാൻ ജോയിൻ ചെയ്ത്, സ്ലീവ് രണ്ടും ചേർത്ത് സൈഡ് ജോയിൻ ചെയ്ത് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡ് ചെയ്ത് വെച്ച്. ഇനി 2 ഇഞ്ചസ് വീതിയിൽ ഒരു രണ്ടാമത്തെ ഫോൾഡ് ചെയ്യണം. അത് ചെയ്തിട്ട് കാണിച്ചു തരാം. സ്മോക്കിംഗ് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നെക്ക് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നും, ഇല്ല അത് കറക്റ്റാണ്. 1 ഇയർ ബേബിക്ക് കറക്റ്റാണ്. ഇനി അഥവാ തല നിങ്ങളെ കുട്ടിക്ക് കുറച്ച് തല വലിപ്പം ഉള്ളതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിലൊരു 2 ഇഞ്ച് ഓപ്പണിങ് കൊടുത്താൽ മതി. ഇത് ഞാൻ കറക്റ്റാണ്. നിങ്ങൾ തുന്നി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1 ഇയർ ബേബിക്ക് കറക്റ്റാണ്. തടിയുള്ള കുട്ടികളായാലും ഒന്നും കുഴപ്പമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.